ഇന്ന് വീട്ടിൽ 2-3 ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. വലിയ രീതിയിലെ ഫുഡല്ല, സിമ്പിളായിട്ട് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡാണ്. അപ്പം മെയിൻ മെനുവായിട്ട് ഞാൻ ഉണ്ടാക്കിയത് പൊറോട്ടയാണ് കേട്ടോ. പിന്നെ കുറച്ച് രസവട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വട നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രസം നന്നായിട്ട് തിളയ്ക്കുന്നു. നമ്മൾ രസവട ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ രസത്തിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ വടക്കിടുന്നില്ലേ ആ വടപ്പരിപ്പ്, അത് കുറച്ച് കുതിർത്തതിന് ശേഷം അതിനെ അരച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ രസം നല്ല കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 3 ഞാൻ മാറ്റി വെച്ചത് എൻ്റെ മോനാണ്. കാരണം അവൻ ഈ രസത്തിലിട്ട ഈ വടയൊന്നും കഴിക്കാറില്ല. അതിനുശേഷം ഞാൻ ദേ ഉണ്ടാക്കുന്നത് നമ്മുടെ മസാല ഷവായിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഇപ്രാവശ്യം അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ് കറിയായിട്ട്. അപ്പോൾ അതിനുള്ള അരപ്പാണ് കേട്ടോ അരയ്ക്കുന്നത്. അതായത് വേറൊന്നുമില്ല, തേങ്ങയും കുറച്ച് പച്ചമുളക്, പെരിഞ്ചീരകം, പിന്നെ കാഷ്യൂനട്ട് ഇതെല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പായസത്തിനുള്ള താളിപ്പാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ താളിപ്പ് തന്നെയാണ് നമ്മുടെ ഈ വെജിറ്റബിൾ സ്റ്റൂവിനും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റൂ ഒക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂം കിസ്മിസും നെയ്യിൽ വറുത്ത് പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇതാണ്: മസാല ഷവായി, വെജിറ്റബിൾ സ്റ്റൂ, പൊറോട്ട, രസവട, പായസം. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാലഡ് കുറച്ച് സവാളയും ആപ്പിളും പച്ചമുളകും വിനീഗറും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വരുന്ന ഗസ്റ്റ് വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ഒരേ ഒരു ബ്രദറാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആളാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അടുത്ത വ്ളോഗിൽ പറയാം. ബൈ.